എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ജൂൺ 25-ാം തീയതി വരെ ഓൺലൈനായിട്ട് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ 26-ാം തീയതി വരെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു hskep.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട വാക്കൻസീസ്. അപ്പോൾ സ്പോർട്സ് കോട്ട വാക്കൻസീസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ജില്ലയിലെ എല്ലാ വാക്കൻസിയും, അതായത് എല്ലാ സ്കൂളുകളിലെ വാക്കൻസിയും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജ് ലോഡ് ചെയ്ത് വന്ന ശേഷം നിങ്ങൾക്ക് ആ ഒരു കാര്യം കാണിച്ചു തരാം. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്കൂളിൻ്റെ ജെൻഡർ ഏതാണെന്നുള്ളത് മനസ്സിലാക്കാം. അതായത് ഇവിടെ കോ എഡ്യൂക്കേഷൻ ആണോ അല്ലെങ്കിൽ ഗേൾസ് സ്കൂളാണോ അല്ലെങ്കിൽ ബോയ്സ് സ്കൂളാണോ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് കോഴ്സിൽ അതുപോലെ തന്നെ എത്ര വേക്കൻസിയാണ് നിലവിൽ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ബയോളജി സയൻസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്ന കോ എഡ്യൂക്കേഷൻ സ്കൂളാണ്. അതുപോലെ തന്നെ ഒരു വേക്കൻസിയാണുള്ളത്. അപ്പോൾ ആ ഒരു കോഴ്സിൽ ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും ഓപ്ഷൻസ് വെക്കാൻ സാധിക്കും. ഇത് ഗേൾസ് സ്കൂളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു ഗേൾസിന് മാത്രമേ ഓപ്ഷൻ വെക്കാൻ പറ്റൂ. ഇത് ഒരു വേക്കൻസിയാണുള്ളത്. അപ്പോൾ ഈ ഒരു 3 ആ ഒരു വേക്കൻസി കാണുന്നത് ആ സെയിം സ്കൂളിൽ തന്നെയാണ്. ഇനി അടുത്തതായിട്ടുള്ളത് ഈ ഒരു അടുത്ത സ്കൂളാണ്, അതായത് ഹ്യൂമാനിറ്റീസിലാണ് വേക്കൻസി ഉള്ളത്. ഇത് കോ എഡ്യൂക്കേഷനാണ്, അതായത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. ഇവിടെ 2 വേക്കൻസിയാണുള്ളത്. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് ഇത് ബോയ്സ് സ്കൂളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ഒരു ബോയ്സ് സ്കൂളിലേക്ക്, അതായത് ബയോളജി സയൻസിലാണ് 3 സീറ്റ് വാക്കൻസി ഉണ്ട്. പക്ഷേ ബോയ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം അത് ബോയ്സ് സ്കൂളാണ്. ആ സ്കൂളിൻ്റെ ജെൻഡർ ബോയ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് വേണ്ട ജില്ലയിൽ എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതുവരെ സ്പോർട്സ് കോട്ടയിൽ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ, അതായത് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്കോർ കാർഡ് ലഭിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ഫോർ സപ്ലിമെൻ്ററി സ്പോർട്സ് സപ്ലിമെൻ്ററി എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അക്ഷയ വഴിയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ അറിയെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് നിങ്ങളുടെ മൊബൈലിലേക്ക് സെൻഡ് OTP ഓപ്ഷൻ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു മൊബൈലിൽ വന്നിട്ടുള്ള OTP നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്ന രീതിയിൽ ഫോം ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫോമിൻ്റെ ഡീറ്റെയിൽസിൽ നിങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്ന ഡീറ്റെയിൽസ് മുഴുവൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ വല്ല തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്താവുന്നതാണ്. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട സ്കൂളുകൾ വേക്കൻസി ലിസ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേക്കൻസി അനുസരിച്ചുള്ള നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു വേക്കൻസി മനസ്സിലാക്കി നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ട സ്കൂളുകൾ ഓപ്ഷൻസ് ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. വേക്കൻസീസ് ഉള്ള സ്കൂളുകളായിരിക്കണം വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് ആയിട്ട് വെക്കാനായിട്ട് നോക്കേണ്ടത്. വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്കോ അല്ലെങ്കിൽ കോഴ്സുകളിലേക്കോ ഓപ്ഷൻ വെച്ചത് കൊണ്ട് മാത്രം പ്രത്യേകിച്ച് കാര്യമുണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഗുണമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ട സ്കൂളുകളിലും അതുപോലെ തന്നെ അവിടെയുള്ള കോഴ്സുകളുടെ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും ഏതൊക്കെ കോഴ്സുകൾക്കാണ് വേക്കൻസി ഉള്ളത്, അതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിലേക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഓപ്ഷൻസ് വെക്കാനായിട്ട്. വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഓപ്ഷൻസ് വെക്കാനായിട്ട് പാടുള്ളതല്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഗവൺമെൻറ് മോഡൽ ബോയ്സ് HSS ആറ്റിങ്ങൽ. അപ്പോൾ ആ ഒരു സ്കൂളിൽ ബയോളജി സയൻസിനാണ് ഇവിടെ വേക്കൻസി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്നാൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ നിങ്ങൾ ഈ ഒരു സ്പോർട്സ് കോട്ടയിൽ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസിനോ മറ്റോ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമുണ്ടാവില്ല. കാരണം അവിടെ ആ ഒരു കോഴ്സിൽ സ്പോർട്സ് കോട്ടയിൽ വാക്കൻസി ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ലിസ്റ്റ് നോക്കിയിട്ട് വേക്കൻസി മനസ്സിലാക്കിയിട്ട് വേണം ഓപ്ഷൻസ് വെക്കാനായിട്ട്. വേക്കൻസി ഇല്ലാതെ സ്കൂളുകൾ കൊണ്ടുപോയിട്ട് ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതല്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ടം ആയതുകൊണ്ട് തന്നെ എല്ലാ സ്കൂളുകളിലും വേക്കൻസി എല്ലാ സീറ്റിലും ഉണ്ടായിരിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വേക്കൻസി നോക്കിയിട്ട് വേണം നിങ്ങൾ ഓപ്ഷൻസ് വെക്കാനായിട്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതുവരെ ഈ ഒരു സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യാതെ, അതായത് ആദ്യമായിട്ട് സ്പോർട്സ് കോട്ടയിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ ഫോം ഓൺലൈനായിട്ട് പൂരിപ്പിക്കണം. അതിനുശേഷം രജിസ്ട്രേഷൻ ഫോം അന്തിമമായിട്ട് സമർപ്പിക്കണം. അതുപോലെ രജിസ്ട്രേഷൻ സ്ലിപ്പിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുക്കണം. അതുപോലെ തന്നെ മികവുകൾ തെളിയിക്കുന്നതിനായിട്ട് സ്ലിപ്പും എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ ഹാജരാക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഹൗ ടു രജിസ്റ്റർ എന്നിങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ള സംബന്ധിച്ചുള്ള ചെറിയൊരു ഡീറ്റെയിൽസ് ആണ് ഇതിൽ പറയുന്നത്. ആദ്യം തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നിങ്ങളോട് രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ തന്നെ സ്കീം, അതുപോലെ ഏത് വർഷമാണ് SSLC പാസ്സായിട്ടുള്ളത്, ഏത് മാസമാണ് പാസ്സായിട്ടുള്ളത്, SSLCയുടെ രജിസ്റ്റർ നമ്പർ, SSLCയുടെ സ്കീം എന്നിവ നൽകാനായിട്ട് ചോദിക്കും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നൽകി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ യു ആർ നോട്ട് എ രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് ഇഫ് യു വാണ്ട് ടു രജിസ്റ്റർ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ പറ്റും. അതിൻ്റെ സൈഡിലായിട്ട് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്കാണ് പോവുക. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾ
നിങ്ങളുടെ നെയിം, അതുപോലെ തന്നെ ജെൻഡർ, അതായത് ജെൻഡർ എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളത്, അതുപോലെ തന്നെ ജനനത്തീയതി, അതുപോലെ തന്നെ നിങ്ങളുടെ ലാൻഡ് ലൈൻ ഫോൺ നമ്പർ അതുണ്ടെങ്കിൽ പൂരിപ്പിക്കുക, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട, കാരണം അവിടെ സ്റ്റാർ നൽകിയിട്ടില്ല. അതുപോലെ തന്നെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ജസ്റ്റ് ഒരു ചുവപ്പ് സ്റ്റാർ ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത്, അത് നിർബന്ധമായിട്ടും പൂരിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അതുപോലെ ഇമെയിൽ ID ഉണ്ടെങ്കിൽ പൂരിപ്പിക്കുക. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സ്, മേൽവിലാസം, പിൻകോഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ല ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ഭാഗമാണ് എത്തുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ അച്ചീവ്മെൻറ്റ്സ് ആണ് നിങ്ങൾ നേടിയിട്ടുള്ളത്, അതായത് ഏത് കായിക ഇനത്തിലാണ് നിങ്ങൾ കായിക നേട്ടം നേടിയിട്ടുള്ളത്, അതുപോലെ ഏത് വിഭാഗത്തിലാണ്, അതുപോലെ ഏത് ഇനത്തിലാണ്, ഏത് മാസത്തിലാണ് കിട്ടിയത്, ഏത് വർഷമാണ്, അതുപോലെ അതിൽ എത്രാം സ്ഥാനമാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്, അത് പുതിയൊരു റെക്കോർഡായിരുന്നോ എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ അതുകൂടി നൽകിയ ശേഷം നിങ്ങൾ അതായത് നിങ്ങൾ സേവ് ചെയ്യുക. സേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആഡ് മോർ എന്നുള്ളൊരു ഓപ്ഷൻ. അതായത് നിങ്ങൾക്ക് ഇനിയും മറ്റ് നേട്ടങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ ആഡ് മോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് വീണ്ടും ഇതേ ഡീറ്റെയിൽസ് ഒക്കെ മറ്റൊരു സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം അച്ചീവ്മെൻറ്റ് ലിസ്റ്റ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ നേടിയ നേട്ടങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഫൈനൽ സബ്മിഷൻ അല്ലെങ്കിൽ സേവ് പെർമിറ്റ് ടു എഡിറ്റ് ലേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫൈനൽ സബ്മിഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് യാതൊരുവിധ എഡിറ്റും ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ സേവ് പെർമിറ്റ് ടു എഡിറ്റ് ലേറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റ് പിന്നീട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സേവ് പെർമിറ്റ് ടു എഡിറ്റ് ലേറ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ID അതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ എന്നിങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ രജിസ്ട്രേഷൻ ID, ആപ്ലിക്കേഷൻ ID എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പേപ്പറിലോ കടലാസിലോ എഴുതി വയ്ക്കുകയോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഫൈനൽ സബ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കും. സേവ് പെർമിറ്റ് ടു എഡിറ്റ് ലേറ്റ് എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്തതെങ്കിൽ പിന്നീട് 25-ാം തീയതി വരെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എഡിറ്റിങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഫൈനൽ സബ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ വിവരങ്ങൾ പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. രജിസ്ട്രേഷൻ വിവരങ്ങൾ അത് സേവ് ടു എഡിറ്റ് ആൻഡ് പെർമിറ്റ് ലേറ്റർ എന്ന് പറഞ്ഞുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണ് സേവ് ആൻഡ് പെർമിറ്റ് ടു എഡിറ്റ് ലേറ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വീണ്ടും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് രജിസ്ട്രേഷൻ ID, ഇയർ, മാസം, അതുപോലെ സ്കീം എന്നിവ നൽകി സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സ്പോർട്സിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയിട്ടുണ്ടാകും. അത് നേരത്തെ പറഞ്ഞതുപോലെ സ്ക്രീൻഷോട്ടും മറ്റു കാര്യങ്ങളും എടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും പേപ്പറിലൊക്കെ എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം മറന്നു പോകരുത്, കാരണം അത് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു നമ്പർ നൽകുക, ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക, സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം എഡിറ്റ് ചെയ്യുക. എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കറക്റ്റാണെന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം ഫൈനൽ സബ്മിഷൻ ചെയ്യുക. ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് യാതൊരു കാരണവശാലും എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുകയും അതിനുശേഷം ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോവുകയും ചെയ്യുക. പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൻ്റെ നമ്പേഴ്സ് ഇവിടെ ഈ ഒരു പേജിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൻ്റെ നമ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ അതിൻ്റെ നമ്പേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോയി നിങ്ങളുടെ ആ ഒരു സ്പോർട്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വെരിഫിക്കേഷൻ ചെയ്യുകയും വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്കോർ കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം തരുന്നതാണ്. അപ്പോൾ ആ ഒരു സ്കോർ കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അറിയില്ലെങ്കിൽ അക്ഷയ വഴി ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് ജില്ലയിലാണ് നിങ്ങൾ അപേക്ഷിക്കുന്ന ആ ഒരു ജില്ല നൽകി സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്പോർട്സിൻ്റെ രജിസ്ട്രേഷൻ ID ഒക്കെ ചോദിക്കും. അതുപോലെ നിങ്ങൾ SSLC സ്കീം, അതുപോലെ SSLCയുടെ രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ തന്നെ ഏത് മാസമാണ് ഏത് വർഷമാണ് പാസ്സായിട്ടുള്ളത്, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, അതുപോലെ നിങ്ങൾ സ്വന്തമായിട്ടാണോ അല്ലെങ്കിൽ സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് വഴിയാണോ ഒക്കെയാണ് അപേക്ഷ നൽകിയത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നൽകി നിങ്ങൾ ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അത് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് വഴി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ്, അതായത് ഈ ഒരു ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ഫോർ സ്പോർട്സ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ഓപ്ഷനുകൾ, അതായത് ഓപ്ഷൻ നൽകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒക്കെ നൽകാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അപേക്ഷയിൽ തെറ്റുകളൊന്നും ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ വേക്കൻസി ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഓപ്ഷൻ നൽകിയത് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. വേക്കൻസി ഇല്ലാത്തടത്ത് കൊണ്ടുപോയിട്ട് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അലോട്ട്മെൻ്റ് ഒന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്പോർട്സ് കോട്ട വേക്കൻസീസ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത ശേഷം മാത്രം വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് നൽകിയ ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ടുള്ള നിങ്ങളുടെ അപേക്ഷ കൺഫേം ചെയ്തെന്നുള്ള കാര്യം ഉറപ്പുവരുത്താം. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു, അതായത് സ്പോർട്സ് അച്ചീവ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 25-ാം തീയതിയാണ്. അതായത് 25/6/2024. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ 24-ാം തീയതി വരെയും അതിനുശേഷം 26-ാം തീയതി വരെയാണ് ഈ ഒരു സ്പോർട്സിൻ്റെ ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ വഴി നിങ്ങൾക്ക് സ്പോർട്സ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.